മക്കളെ, നമ്മളൊരു പിക്ചർ നോക്കിക്കൊണ്ട് ഒരു സിമ്പിൾ ഐഡിയ ആണ് നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പിക്ചർ കൃത്യമായിട്ട് നോക്കാം. സീ ദീസ് ഫിഗേഴ്സ്. നമ്മളോട് ഈ ചിത്രങ്ങൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ മൂന്നും കൂടി മക്കളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് സാറിനോട് പറയണം. നമ്മളിപ്പോൾ ആദ്യത്തെ ചിത്രം നോക്കുക. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളാണ്. ആ ഇക്വിലാറ്റർ ട്രയാങ്കിളിനെ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞപ്പം ഇവിടെ ഒരു 3 റെഡ് ട്രയാങ്കിൾ, നമ്മളിതിനെ റെഡായിട്ട് കൺസിഡർ ചെയ്യുക കേട്ടോ. ഇത് റെഡായിട്ട് കൺസിഡർ ചെയ്യുക, കാരണം ക്വസ്റ്റ്യനിൽ അതിനെ റെഡെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സാർ ഇത് വരച്ചപ്പോഴത്തേക്കും യെല്ലോ ആയതാണ്, അത് റെഡ് കളറാണ്. അപ്പോൾ ഇവിടെ 3 റെഡ് ട്രയാങ്കിളുണ്ട്. ഇനി ഇവിടെ എത്ര എണ്ണം ഉണ്ട്? നമ്മൾ ഈ ട്രയാങ്കിളിനെ എങ്ങനെ ചെയ്തോ അത് തന്നെയാണ് ഇവിടെയും ചെയ്തേക്കണേ. പക്ഷേ വ്യത്യാസം എന്നാ? ഇവിടെ ഒറ്റ ട്രയാങ്കിളിനെ ഇങ്ങനെ നമ്മൾ ചെയ്തപ്പം ഇത് 3 മാറി. ഇനി നമ്മൾ ചെയ്തേക്കണത് ഈ 3 എണ്ണത്തിനെയും 1, 2, 3 ഈ 3 എണ്ണത്തിനെയും ഇതുപോലെ റിപ്പീറ്റ് ചെയ്തിരിക്കുക. കണ്ടോ? ഈ റെഡ് ട്രയാങ്കിളിനെ ഒരു ബ്ലാക്ക് വരച്ചിട്ട് 3 എടുത്തു. അതുപോലെ ഈ റെഡ് ട്രയാങ്കിളിനെ ഇവിടെ ഒരു ബ്ലാക്ക് വരച്ചിട്ട് ഇവിടെയും 3 എടുത്തു. അതുപോലെ ഈ റെഡ് ട്രയാങ്കിളിനെയും ഇവിടെ ഒരു ബ്ലാക്ക് വരച്ചിട്ട് 3 എടുത്തു. അപ്പം നമുക്കവിടെ 9 കിട്ടി. ഇനി ഈ പിക്ചർ നോക്കിയേ. ഈ പിക്ചറിലും സെയിം തിങ് റിപ്പീറ്റ് ചെയ്തിരിക്കുക. ദേ ഇതിനെ നമ്മൾ 3 എടുത്തു, ഇതിനെ 3 എടുത്തു, ഓരോ ട്രയാങ്കിളിനെയും 3 എടുത്തു. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് കൗണ്ട് ചെയ്യാൻ പോകണ്ട. അല്ലാതെ തന്നെ 3 × 3 9, 9 × 3 27 കാണും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ 3 വരും. പിന്നെ ആ 3 നമ്മൾ ഇങ്ങനെ തിരിച്ചു കഴിയുമ്പം 9 3 × 3 വരും. അപ്പോൾ 9 വരും. ഇവിടെ നമുക്ക് 9 × 3 വരും, 27 വരും. ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് the first picture shows an equilateral triangle with the smaller triangle got by joining midpoints of sides cut off. അപ്പം ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളൊക്കെ ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ്, ഈ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ടാണ് അതിനെ 3 ഇവിടെയും നമ്മൾ ഓരോ ട്രയാങ്കിളിനെയും മിഡ് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം, ദ ഫസ്റ്റ് പിക്ചർ ഷോസ് ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ വിത്ത് ദ സ്മോളർ ട്രയാങ്കിൾ ഗോഡ് ബൈ joining midpoint of sides cut off. The second picture shows the same thing done on each of the 3 triangles in the first picture. അതായത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു സമഭുജ ത്രികോണത്തിൽ നിന്ന് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ആദ്യ ചിത്രം. ഇതിലെ 3 ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്തതാണ് 3ാമത്തെ ചിത്രം. ഇപ്പോൾ കാര്യം മനസ്സിലായി. അതായത് അവരിവിടെ പറയുന്നത് ഒരു സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്റർ ട്രയാങ്കിൾ, അത് ഈ പോർഷൻ വെട്ടിമാറ്റുമ്പം 1, 2, 3 റെഡ് ട്രയാങ്കിളായിട്ട് തിരിഞ്ഞു. ഇനി ഈ 3 റെഡ് ട്രയാങ്കിളിനെയും ആ 3 എണ്ണത്തിനെയും സെൻറ്റർ വെട്ടിമാറ്റി, ഈ മിഡ് പോയിന്റുകളാണ്, ഇതിൻ്റെ മിഡ് പോയിന്റുകൾ വെട്ടിമാറ്റിയപ്പം അത് 9 ഇനി ആ 9 എണ്ണത്തിൻ്റെയും മിഡ് പോയിന്റുകൾ ഇങ്ങനെ വെട്ടിമാറ്റി, അതങ്ങ് വെട്ടിമാറ്റിയിരിക്കുക. നമുക്ക് പിക്ചറിൽ അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇത് വെട്ടിമാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ അത് 27 വന്നു. ഇനി എന്താ ചോദ്യം? എന്താ നമ്മുടെ ചോദ്യം? ഇതാണ്, how many red triangles are there in each picture? അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? നമ്മളത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ റെഡ് ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. 1, 2, 3 ഇതിനെയാണ് റെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ത്രികോണത്തിലും എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്, ഇവിടെ 9 എണ്ണം ഉണ്ട്, ഇവിടെ 27 എണ്ണം ഉണ്ട്. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ടേക്കിംഗ് ദി ഏരിയ ഓഫ് ഹോൾ ട്രയാങ്കിൾ ആസ് 1. മൊത്തം ട്രയാങ്കിളിനെ ഒന്നാക്കി എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ട് ദി ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിൻ്റെയും പരപ്പളവ് 1 എന്നെടുത്താൽ ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. നമ്മൾ എങ്ങനെ കണക്കാക്കും? അതായത് ഇത് നമ്മൾ മൊത്തം ത്രികോണത്തിനെ പരപ്പളവിനെ 1 എന്ന് മനസ്സിലാക്കി 1 എന്ന് പരിഗണിച്ചു. ഈ മൊത്തം ത്രികോണത്തിൻ്റെ പരപ്പളവിനെ 1 എന്ന് പരിഗണിച്ച് അങ്ങനെയാണെങ്കിൽ ഓരോ ചെറിയ ട്രയാങ്കിളിൻ്റെയും പരപ്പളവ് എത്രയായിരിക്കും? 1, 2, 3, 4 പോർഷൻ വരുന്നില്ലേ? അപ്പം 4-ൽ 1 വരത്തുള്ളൂ. അങ്ങനെ വരുമ്പം ആദ്യത്തേതിൻ്റെ 4-ൽ 1 ഇതെങ്ങനെ കാണും? ഇത് കാണാൻ വേണ്ടി നമ്മൾ ഇതിനെയും ഇതേപോലെ തന്നെ വീണ്ടും മുറിച്ചെടുത്തു. അപ്പം തീർച്ചയായിട്ടും ഈ 4-ൽ 1 ഉണ്ടാവുള്ളൂ. അതായത് 4-ൽ 1 ഉണ്ടാവുള്ളൂ. 4-ൽ 1 പറയുമ്പം 1 × 1/4 × 4 1/16 വരുള്ളൂ. ഇനി അടുത്ത ട്രയാങ്കിൾ ഇതിനെ വീണ്ടും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പം ഈ 1/16 അല്ലെങ്കിൽ 1/16 4-ൽ 1 ഉണ്ടാവുള്ളൂ അടുത്തത്. അപ്പോൾ 1/16 4-ൽ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1/16 × 1/4 എത്ര വരും? 1/64 വരും. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ടുണ്ട്. സി വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? നമ്മൾ എങ്ങനെ കാണും? അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് നമ്മളിവിടെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇവിടെ നമുക്ക് ആദ്യത്തെ സിസ്റ്റത്തിൽ 3 ചുവന്ന ട്രയാങ്കിൾ ഉണ്ട്. ഓരോന്നിൻ്റെയും പരപ്പളവ് 1/4 ആണ്. അപ്പം 3-ൻ്റെയും കൂടി ഉള്ളത് എത്രയായിരിക്കും? 3-ൻ്റെയും കൂടി 3 × 1/4 3/4 എന്ന് കിട്ടും. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? സി വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? എല്ലാ റെഡ് ട്രയാങ്കിൾസിൻ്റെയും ടോട്ടൽ ഏരിയ. അപ്പം നമുക്ക് ഇവിടെ 3 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. ഒരാളുടേത് 1/4 ആണെന്ന് നമ്മൾ കണ്ടു. അപ്പം 3 പേരുടെയും കൂടി 3 × 1/4 3/4 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? രണ്ടാമത്തെ കേസിൽ 9 ട്രയാങ്കിൾ ഉണ്ട്. ഒരാളുടെ ഏരിയ എന്ന് പറയുന്നത് 1/16 ആണ്. അപ്പം ടോട്ടൽ എന്ന് പറയുന്നത് 9 × 1/16 അല്ലെങ്കിൽ 9/16. കാൽക്കുലേഷൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ ഇവിടെ 27 ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെ വരുമ്പം ഇതിന് 1/64 ഒരാളുടെ പരപ്പളവ് അല്ലെങ്കിൽ ഒരാളുടെ ഏരിയ. അപ്പോൾ 27 പേർക്ക് 27 × 1/16 അപ്പോൾ 27/64 അങ്ങനെ കിട്ടും. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി അവർ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി 3 സീക്വൻസസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. അതായത് നമുക്ക് 5 ടേംസ് കാണുക. ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന 3 ശ്രേണികളിലെയും ആദ്യത്തെ 5 സംഖ്യകൾ എഴുതണം. അപ്പം നമ്മളിവിടെ 3 ശ്രേണികൾ എഴുതി. 3 ശ്രേണികൾ നമ്മൾ എഴുതി. ആദ്യം എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് എഴുതി. അതിനുശേഷം അവരുടെ ഓരോരുത്തരുടെയും പരപ്പളവ് എഴുതി. ഇനി അവരുടെ മൊത്തം പരപ്പളവ്, അവിടെയുള്ള ചുവന്ന ട്രയാങ്കിളുകളുടെ മുഴുവൻ പരപ്പളവ് എഴുതി.
ഇങ്ങനെ 3 ശ്രേണികൾ നമ്മൾ എഴുതി, അല്ലെങ്കിൽ 3 സീക്വൻസുകൾ നമ്മൾ എഴുതി. നമ്മൾ ഇത് 1 2 3 1 2 3 1 2 3 എല്ലാത്തിലും നമ്മൾ 3 ടേംസ് എടുത്തുള്ളൂ. അവരിപ്പോൾ ചോദിച്ചിരിക്കുന്നത് 5 ടേംസ് എടുക്കാൻ. നമുക്കറിയാം 3 3 × 3 9, 9 × 3 27. അപ്പം നാലാമത്തെ എത്രയായിരിക്കും? 27 × 3 81 ആയിരിക്കും. അടുത്തത് 81 × 3, എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 എണ്ണം കിട്ടും, 243. ഇത് നമ്മൾ ഇവിടെ എത്ര എഴുതിയേ? നമുക്ക് ആദ്യത്തെ ട്രയാങ്കിളിലെ മിഡ് പോയിന്റുകൾ എടുത്തപ്പം 4 ട്രയാങ്കിളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഒരാളുടെ ഏരിയ 1/4 ആയിരുന്നു. ആ 1/4നെ വീണ്ടും 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 1/4 × 1/4 ആണ് 1/16 കിട്ടിയത്. ഇവിടെ 1/16നെ വീണ്ടും 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 1/64 കിട്ടി. അപ്പം ഇവിടെ അടുത്തത് എത്രയായിരിക്കും? 1/64 × 1/4, അതായിരിക്കും 1/256. അടുത്തത് എത്രയായിരിക്കും? 1/256 × 1/4 ചെയ്യുമ്പോൾ 1/1024 കിട്ടും. അപ്പം നമുക്ക് 5 ടൈംസ് കിട്ടി. ഇനി ഈ കേസിലാണെങ്കിലോ, ഈ കേസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? 3 × 1/4, 9 × 1/16, 27 × 1/64, അതൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ ലൈനിലെ നമ്പേഴ്സിനെയും രണ്ടാമത്തെ ലൈനിലെ നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്ത മൂന്നാമത്തെ ലൈൻ കണ്ടിരിക്കുന്നത്, മൂന്നാമത്തെ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് അത് തന്നെ ചെയ്താൽ പോരെ? 81 × 1/256. അപ്പോൾ 81/256 എന്നായി, 1/256 എന്നായി. ഇവിടെ 243 × 1/1024, അതായത് 243/1024 എന്നായി. അപ്പോൾ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസറായി റൈറ്റ് ദി ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസസ് ഗോഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. അല്ലെങ്കിൽ ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ 3 ശ്രേണികളിലെയും ആദ്യത്തെ 5 സംഖ്യകൾ എഴുതുക. അപ്പോൾ നമ്മൾ എല്ലാത്തിനും 5 സംഖ്യകൾ എഴുതി. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. സാറിൻ്റെ ഈ വീഡിയോ 2-3 പ്രാവശ്യം മക്കൾ കാണണം. അതുപോലെ തന്നെത്താനെ ഒന്ന് പിക്ചർ വരച്ച് നോക്കണം. നമ്മളിത് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന പിക്ചർ തനിച്ചൊന്ന് വരച്ച് നോക്കണം. ആദ്യമേ ഒരു ട്രയാങ്കിൾ വരച്ചു, അതിനുശേഷം അതിൻ്റെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് 4 ആക്കി. പിന്നെ ഇത് ഓരോന്നിനെയും നമ്മൾ ഓരോന്നിനെയും നമ്മൾ നടുക്ക് വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്തു. അതിനുശേഷം ഇതിനെയും നമ്മൾ നടുക്ക് വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്തു. അത് നിങ്ങൾ തനിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഒരു പേപ്പർ എടുത്തിട്ട് മക്കളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. സാറിൻ്റെ വീഡിയോ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ തീർച്ചയായിട്ടും മക്കൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. തനിച്ച് നമ്മൾ പേപ്പറിൽ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇനിയും മക്കൾക്ക് ഇത് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിൻ്റെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതി. സാറിൻ്റെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് ഓൺലൈനായിട്ട് മക്കൾക്ക് പറഞ്ഞു തരും. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും സാറിനെ ഷെയർ ചെയ്യാനും മറക്കരുത്.